ഇതാണ് നമ്മുടെ മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു പിക്കിള്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ കൊണ്ടൊരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കായ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങക്കായ എനിക്കിവിടെ ഉണ്ടായി കിട്ടിയതാണ്. അപ്പോൾ ഓർത്ത് ഒരു പിക്കിൾ ഉണ്ടാക്കാമെന്ന്. ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരല്പം മല്ലി, കുറച്ച് ചെറിയ മല്ലി എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തെ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എള്ളെണ്ണ അല്ലെങ്കിൽ ജിഞ്ചല്ലി ഓയിൽ, സെസമി ഓയിൽ എന്നൊക്കെ പറയുന്ന എള്ളെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വറുത്ത് കോരി എടുക്കാനായിട്ട്, വറുത്തെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് വേകാൻ പാകത്തിന് നമുക്കിതൊന്നിങ്ങ് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് വാടി വരണ സമയത്തിന് നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:24 ഇപ്രകാരം പറയുന്നു: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളത്തിൽ ജീവിക്കാനാണ്, അല്ലാണ്ട് ഒരു കെട്ടിടത്തിലോ ഒരു പള്ളിയിലോ ഒന്നുമല്ല. ഈ ദൈവത്തെ തേടി എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മളാകുന്ന ഈ ആലയത്തിൽ കർത്താവ് വസിക്കാൻ്റെ കോണം കർത്താവിനെ സ്വീകരിക്കുകയും രക്ഷയുടെ അനുഭവത്തിനകത്തേക്ക് കടന്നു വരികയും ചെയ്യണം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ കോരി മാറ്റിയെടുക്കാം. അതേ എണ്ണയിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്നതിനോടൊപ്പം ഒരു ടീസ്പൂൺ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂണാണ്, ടീസ്പൂണിനകത്ത് പിളർന്ന ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇഞ്ചി, ഇതൊരു 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നമ്മൾ സാധാരണ എടുക്കുന്ന സ്പൂണാണ്, അല്ലാണ്ട് മെഷറിങ് സ്പൂണല്ല. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇതൊന്നിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മല്ലി, 1 ടീസ്പൂൺ മല്ലിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. അതും കൂടെ അങ്ങോട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരട്ടെ ചെറുതായിട്ട്. ഇപ്പോൾ ഉള്ളി ഇഞ്ചിയൊക്കെ പതിയെ ഒന്ന് ഒരുപാട് മൂത്ത് പോകണ്ട. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു യെല്ലോ കടുക് പരിപ്പാണ്, പുളർന്ന പരിപ്പ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന, അത് മസ്റ്റാർഡിൻ്റെ. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇതിനകത്തിട്ട് കൊടുക്കാം. അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്. നല്ലതായിട്ട് ഹീപ്പായിട്ടൊരു 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഇവിടെ കായം ചൂടാക്കി പൊടിച്ചതാണ്, കട്ടക്കായം. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ രുചിയൊക്കെ വരണം, അച്ചാറിന് നല്ലതാണല്ലോ. അപ്പോൾ അതും പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. തീ ഉറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് മൂത്ത് പോകും. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അതൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ളത്.
ഇനി അതിലേക്ക് ആവശ്യത്തിനകത്ത് ഉപ്പും കൂടെ ഇടാം. ഇതിലേക്ക് ഞാൻ ആ പുളി പിഴിഞ്ഞാൽ അല്പം വെള്ളം കൂടെ ഇട്ടു. തിളച്ചിനി അതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ തീ കുറച്ച് വെച്ച് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ചെറുതീയിലിരുന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്കിത് വാങ്ങി കുപ്പിയിലേക്ക് വിടാം. നമ്മുടെ മുരിങ്ങക്ക കൊണ്ടുള്ള നല്ല സ്വാദുള്ളൊരു പിക്കിളാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.